ജോസഫ് അമ്മയും കുഞ്ഞിനെയും കൂട്ടി നസറത്തിലേക്ക് പോവുക, ഈജിപ്തിലേക്ക് പോവുക, തിരിച്ചു വരിക, അവന് നീ യേശു എന്ന് പേരിടണം, അങ്ങോട്ട് പോകാൻ പേടിക്കണ്ട. ആജ്ഞകളുമായിട്ടാണ് ദൈവം ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കണം, മറിയത്തിന്റെ മുമ്പിൽ ദൂതൻ എത്ര ആദരവോടാണ് നിന്നത്, എത്ര ബഹുമാനത്തോടാണ് നിന്നത്. ഈ മനുഷ്യനോട് ഒരു അലിവും ദൈവം കാണിച്ചിട്ടില്ല, ഒരു കരുണയും കാണിച്ചിട്ടില്ല, ഒരു ആർദ്രതയും കാണിച്ചിട്ടില്ല. ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യും, നീ ഇപ്പോ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി അങ്ങോട്ട് പോകും, തിരിച്ചു വാ, നസറത്തിൽ പോയി താമസിക്കേ, അവിടെ പോയി താമസിക്കേ, അങ്ങോട്ട് പോകും, യേശു എന്ന് പേരിട്. സത്യത്തിൽ നമുക്ക് തോന്നും, ബൈബിൾ വായിച്ചു പോകുന്ന ഒരു സാധാരണ വായനക്കാരന് തോന്നും, ദൈവമേ ഈ മനുഷ്യനോട് എന്തിനാ ഇങ്ങനെ ക്രൂരതയോടെ നീ പെരുമാറിയത്, ഒരു കരുണ കാണിച്ചുകൂടെ? ഒരു കരുണയ്ക്ക് ഈ മനുഷ്യന് അർഹതയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മുമ്പിൽ ഈ രൂപം ആരെ സൂചിപ്പിക്കുന്നു? ആ യോസേപ്പ് പിതാവ് നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിച്ചു തരുന്നതിന് മാതൃക ഇതാണ്. ചോദ്യം ചെയ്യാതെ, വിശദീകരണങ്ങൾ ചോദിക്കാതെ, ദൈവം എന്ത് പറഞ്ഞോ അത് കണ്ണും പൂട്ടി അനുസരിച്ചൊരു വ്യക്തിയാണ് നമുക്ക് യേശുവിനെ തരാൻ സ്വർഗം തെരഞ്ഞെടുത്തത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ.